അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പൊതുപരീക്ഷയിൽ ഇന്നലെ നടന്ന ലിസാനുൽ ഖുർആനിൻ്റെ ആൻസർ കീയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വിദ്യാർത്ഥികളെല്ലാം നല്ല രൂപത്തിൽ തന്നെ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, സിൽ ബിൽ മുനാസിബി, ശരിയായ ഉത്തരങ്ങൾ ചേർത്തി എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് അൽ-ലമാഇറു തഖൂമു, ലമീറുകൾ തഖൂമു മകാനൽ ഇസ്മിൽ ലാഹിരി. ഇവിടെ ഇപ്പുറത്ത് ഉത്തരങ്ങളുണ്ട്, നമ്മൾ ശരിയായ രൂപത്തിൽ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. അൽ-ലമാഇറു തഖൂമു മകാനൽ ഇസ്മിൽ ലാഹിരി, അൽ ഇസ്മിൽ ലാഹിരി എന്നാണ് അവിടെ എഴുതേണ്ടത്. രണ്ടാമത്തത് കാന, കാനന്റെ ഇറാബ് എന്താണ്? തർഫഉൽ ഇസ്മ, ഇസ്മിനിക്ക് റഫ് ചെയ്യും. മൂന്നാമത്തത് അൽ മുഖ്ലിസൂന, അൽ മുഖ്ലിസൂന എന്നുള്ളത് മിസാലു ഏതിന്റെ ഉദാഹരണമാണ്? അൽ മുഖ്ലിസൂന എന്നുള്ളത് അൽ ജംഇൽ മുദക്കരി സാലിമി. ഇനി 4, ഇഷ്തറൈതു, ഞാൻ വാങ്ങി, എന്ത്? കിതാബൻ, കിതാബ് വാങ്ങി. അഞ്ചാമത്തത് ഖതല റജുലുൽ ഹയ്യത, പുരുഷൻ പാമ്പിനെ കൊന്നു. അത് മിസാലു ഏതിനിക്കുള്ള ഉദാഹരണമാണ്? അൽ മഫ്ഊലു ബിഹിക്ക് ഉള്ള ഉദാഹരണമാണ്. ഇനി രണ്ടാമത്തത് ഇംലഇൽ ഫറാഗ ബിൽ മുനാസിബി, ബ്രാക്കറ്റിൽ ആൻസർ തന്നിട്ടുണ്ട്. നമ്മൾ താഴെയുള്ള ചോദ്യങ്ങൾക്കനുസരിച്ചുള്ള ആൻസർ എടുത്ത് എഴുതുകയാണ് വേണ്ടത്. വൽ മഅതൂഫു യത്ബഉ ഡാഷ് ഫിൽ ഇറാബി, മഅതൂഫ് ഇറാബിന്റെ വിഷയത്തിൽ ആരെ പിന്തുടരും? മഅതൂഫു അലൈഹിയെ തുടരും. അപ്പൊ അവിടെ നമ്മൾ അൽ മഅതൂഫു അലൈഹി എന്ന് എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത് അൽ ഫിഅലു നൗആനി, ഫിഅല് 2 ഇനമാണ്. അതെല്ലാം മഅറൂഫുൻ വ മജ്ഹൂലുൻ, മഅറൂഫുൻ എന്ന് എഴുതുകയാണ് വേണ്ടത്. അസ്ബഹ യൂസുഫ്, യൂസുഫ് അലൈഹിസ്സലാം ആയി മലിക്കൻ, മലിക്കൻ രാജാവായി. എവിടെ? ബി മിസ്ർ, മലിക്കൻ എന്ന് അവിടെ എഴുതണം. ഇനി അടുത്തത് നാലാമത്തത് ബാഹ ഡാഷ് വാസിഅത്തുൻ, ബാഹത്തുൽ മദ്രസ വാസിഅ, മദ്രസയുടെ മുറ്റം വളരെ വിശാലമാണ്. അഞ്ചാമത്തത് ഖുലിഖൽ ഇൻസാനു ലഈഫ, ഇൻസാനു എന്ന് അവിടെ എഴുതുകയാണ് വേണ്ടത്. ഖുലിഖൽ ഇൻസാനു ലഈഫ, ഈ രൂപത്തിൽ ശരിയായ ഉത്തരങ്ങൾ താഴെ എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് മയ്യിസ് സഹീഹ ബിഹാദിഹിൽ അലാമത്തി, ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ശരിയായ ഉത്തരത്തിന് നേരെ നമ്മൾ ശരി മാർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഇന്ന, ഇന്നയുടെ ഇറാബ് എന്താണ്? അത് തൻസിബുൽ മുബ്തദഅ, മുബ്തദഅക്ക് നസ്ബ് ചെയ്യും. രണ്ടാമത്തത് മിസാലു ജംഇൽ മുഅന്നസി അസാലിമി, ജമ്മു മുഅന്നസ് സാലിമിന്റെ ഒരു ഉദാഹരണം ഏതാണ്? റാക്കിആത്തുൻ എന്നുള്ളതാണ്, റാക്കിആത്ത്. 3 അൽ മഫ്ഊലു ലഹു യുബയ്യിനു, ഈ മഫ്ഊലു ലഹു അതിന്റെ സ്വഭാവം എന്താണ്? യുബയ്യിനു, അത് വിശദീകരിക്കുന്നു. സബബ വുഖൂഇൽ ഫിഅലി, ആ ഫിഅല് സംഭവിച്ച കാരണത്തെ വിശദീകരിക്കുന്നതാണ് മഫ്ഊലു ലഹു. 3ാമത്തെ ഓപ്ഷൻ സബബ വുഖൂഇൽ ഫിഅലി. ഇനി അൽഹ, അൽഹ എന്നുള്ളത് അതിന്റെ ഇറാബ് തൻസിബുൽ ഖബറ, ഖബറിനിക്ക് നസ്ബ് ചെയ്യും. ഇനി അൽ ഹുറൂഫുൻ നാസിബത്തു ലിൽ അഫ്ആലി, നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ അതെല്ലാം എത്രയാണ്? അർബഅത്തുൻ, 4 എണ്ണമാണ്. ഈ രൂപത്തിൽ ശരിയായ ഉത്തരത്തിന് നേരെ നമ്മൾ ശരി മാർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി 4ാമത്തെ ചോദ്യം അരീബ്, അറബിയാക്കാനാണ്. ലോകരക്ഷിതാവായ അല്ലാഹു ഭൂമിയും ആകാശങ്ങളും പടച്ചു. അല്ലാഹു റബ്ബുൽ ആലമീൻ ഖലഖൽ അർള വസ്സമാവാത്, അല്ലാഹു റബ്ബുൽ ആലമീൻ ഖലഖൽ അർള വസ്സമാവാത്, ആ രൂപത്തിൽ അതിന്റെ അറബി എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത് ചന്ദ്രൻ രാത്രിയിൽ പ്രകാശിക്കുന്നതായി. ബാത്തൽ ഖമറു മുനവ്വിറൻ, ബാത്തൽ ഖമറു മുനവ്വിറൻ. 3ാമത്തത് പിതാവ് ദുബൈയിൽ നിന്ന് വരുന്നവനായേക്കാം. ലഅല്ലൽ വാലിദു ഖാദിമുൻ മിൻ ദുബൈ, ലഅല്ല ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് അജിബ്, അൽ-ലർഫു മാ ഹുവ, എന്താണ് ലർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മുൻ യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫിഅലി ഔ മകാനിഹി, ഒരു ഫിഅല് സംഭവിച്ചതിന്റെ കാലം, അതിന്റെ സ്ഥലം ഒക്കെ അറിയിക്കുന്നതാണ് ലർഫ്. രണ്ടാമത്തത് അൽ ഹുറൂഫുൻ നാസിബത്തു മാഹിയ, നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ ഏതെല്ലാമാണ്? 4 എണ്ണമാണ്. അൻ, ലൻ, കൈ, ഇദൻ. 3ാമത്തത് കൈഫ യുജ്അലുൽ മുളാരിഉൽ മഅറൂഫു മജ്ഹൂലൻ, ഒരു മുളാരി മഅറൂഫായ ഫീൽ എങ്ങനെയാണ് മജ്ഹൂലാക്കുക?
ഉളുമും ഹർഫൽ മുലാറഅതി, മുലാറഅത്തിന്റെ ഹർഫിനെ ലമ്മ് ചെയ്യാം. അതുപോലെ വഫ്തഹ് മാ ഖബലൽ ആഖിരി, അവസാനത്തതിന്റെ തൊട്ട് മുമ്പുള്ളതിന് ഫതഹും ചെയ്യാം. ഇനി അടുത്തത് ഏതുപോലെ യഫ്അലു എന്നുള്ളത് യുഫ്അലു എന്ന് പറയും പോലെ. ഇനി നാലാമത്തത് മതാ യുജ്സമുൽ ഫിഅലുൽ മുലാരി, മുലാരിയായ ഫിഅലിനെ എപ്പോഴാണ് ജസ്മ് ചെയ്യുക? ഉത്തരം ഇദാ ദഖല അലൽ ഫിഅലിൽ മുലാരി ജാസിമുൻ യുജ്സമു, ജസ്മ് ചെയ്യുന്ന ഹർഫുകളെ പ്രവേശിപ്പിച്ചാൽ അവിടെ ജസ്മ് ചെയ്യും. ഇനി ആറാമത്തത് ഈതി ബിൽ മിസാലി ലിൽ ആതിയ ഫി ജുംലത്തിൻ മുഫീദ, താഴെയുള്ളതിനിക്ക് ഉദാഹരണങ്ങൾ, ഒരു പൂർണ്ണമായ സെന്റൻസിൽ ഉദാഹരണങ്ങൾ കൊണ്ടുവരികയാണ് വേണ്ടത്. ലൻ, ലൻ എന്നുള്ളതിന് ഒരു പൂർണ്ണമായ രൂപത്തിലുള്ള സെന്റൻസിലൂടെ ഒരു ഉദാഹരണം കൊണ്ടുവരികയാണ് വേണ്ടത്. ലൻ എന്നുള്ളതിന് അൽ മുഅ്മിനു ലൻ യക്ദിബ, അൽ മുഅ്മിനു ലൻ യക്ദിബ. രണ്ടാമത്തത് സാറ, സാറ ഇഖ്വത്തു യൂസുഫ് അലൈഹിസ്സലാം അഅദാഅൻ ലഹു. അടുത്തത് ഇന്ന, ഇന്നല്ലാഹ ഗഫൂറുൻ. ഈ രൂപത്തിൽ സെന്റൻസുകളിലൂടെ സെന്റൻസുകൾ കൊണ്ടുവരികയാണ് വേണ്ടത്. ഇനി ഏഴാമത്തെ ചോദ്യം കമ്മിൽ, പൂർത്തിയാക്കാനാണ്. നമ്മൾ ഓരോ പാഠത്തിന്റെയും അവസാനത്തിൽ ആ പാഠത്തിൽ ഉൾക്കൊള്ളുന്ന ആശയത്തെ സൂചിപ്പിക്കുന്ന ബൈത്തുകൾ നമ്മൾ പഠിച്ചിരുന്നു. ലികാന, ബാത, സാറ, അംസ, ലൈസ, വല്ല, മാദാ, മഅകുസു, മാലി, ഇന്ന, മിൻ, അമൽ. രണ്ടാമത്തത് യനൂബു മഫ്ഊലും ബിഹി അൻ ഫാഇലി ഫീമാ ലഹു കനീല ഖൈറു നാഇലി. ഇനി എട്ടാമത്തത് ഇളുബിത് ബിൽ അഷ്കാലി, താഴെ ഹർക്കത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ളുമ്മ ഫഅൽ ഫിഅലി വക്സിർ മാ ഖബലൽ ആഖിരി ഫിൽ മാളി, ആ രൂപത്തിൽ നമ്മൾ ഹർക്കത്തുകൾ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തത് അത്വാലിബാനി ലം യക്തുബ തദ്രീബ, അത്വാലിബാനി ലം യക്തുബ തദ്രീബ. മൂന്നാമത്തത് റഹലത് ഇലാ ബഗ്ദാദ ബുക്റത യൗമൽ ഖമീസ്. ഇനി ഉക്തുബിൽ മഅന, അർത്ഥങ്ങൾ എഴുതാനാണ്. ഫതഖ, ഫതഖ എന്ന് പറഞ്ഞാൽ വേർപെടുത്തി. രണ്ടാമത്തത് ഹാഫിലത്തുൻ, ഹാഫിലത്ത് എന്ന് പറഞ്ഞാൽ ബസ്. മുബാറാത്ത്, മുബാറാത്ത് എന്നാൽ മത്സരം. ദസ്തൂർ ഭരണഘടന. അള്ളാ, അള്ളാ എന്ന് പറഞ്ഞാൽ കടിച്ചു. അറൂസ് മണവാളൻ. ഈ രൂപത്തിലാണ് ഇന്നലെ 7ാം ക്ലാസ്സിൽ വന്ന ലിസാനുൽ ഖുർആനിന്റെ ചോദ്യപേപ്പർ, അതിന്റെ ആൻസർ കീയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.